ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ റോഹൻ വളരെ തന്ത്രപൂർവം ഇന്നലെ മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അത് എന്തിനാന്ന് പ്രതാപേട്ടനറിയോ? ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ. പ്രതാപേട്ട, ഏട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ യാമിനി? എന്താന്ന് വെച്ചാ പറയേ. യാമിനി. പ്രതാപേട്ട, ഞാൻ പറയുന്നത് അവിവേകാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇതിനെന്തിനാ ഇത്രയും മുഹോര? യാമിനി എനിക്ക് അറിയാവുന്നല്ലേ. വളരെ അത്യാവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളെ നീ സംസാരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കേൾക്കട്ടെ, എന്താ യാമിനിക്ക് എന്നോട് പറയാനുള്ളത്? മോതിരം മാറിയിട്ടില്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ല. ഏട്ടനൊരു വാക്ക് പറഞ്ഞു എന്നല്ലാതെ ഋതുമോളുടെ കല്യാണത്തിന്റെ ഒരു കാര്യവും മുന്നോട്ട് പോയിട്ടുമില്ല. എടാ ദീപകേ, എന്താ? ബ്രെയിൻ വാഷിംഗ്. അതിനിവിടെ വൈറ്റ് വാഷ് ചെയ്യാറായിട്ടില്ലല്ലോ. ഓ, വൈറ്റ് വാഷ് അല്ലടാ മണ്ട, ബ്രെയിൻ വാഷിംഗ്. ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ അവനോട് ഇത്ര ഫ്രീഡം കാണിക്കാൻ ഇവളാരാ? ചീഫ് മിനിസ്റ്ററോ? നീ വാടാ. അമ്മേ, നിക്ക്. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നാലേ അവരെ കോൺവെർസേഷൻ ഫിനിഷ് ചെയ്യും. ഇവിടെ നിൽക്കേ. യാമിനി എന്താ പറഞ്ഞിരുന്നത്? ആ റോഹന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ സത്യം പറഞ്ഞ എനിക്ക് സംശയമുണ്ട്. അവരുടെ കൂടെ ഋതുമോളെ പറഞ്ഞയക്കേണ്ടിയിരുന്നില്ല. യാമിനിക്ക് എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? യാമിനി, നീ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാ അതിന് മതിയായ റീസൺ ഉണ്ടാവും. കേൾക്കട്ടെ, എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? പ്രതാപേട്ട, സ്ത്രീകൾ പൊതുവെ ശ്രദ്ധിക്കുന്നത് പുരുഷന്മാരുടെ വാക്കുകളിലല്ല, അവരുടെ കണ്ണുകളില്ല. ആ റോഹൻ വളരെ തന്ത്രപൂർവം ഇന്നലെ മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അത് എന്തിനാന്ന് പ്രതാപേട്ടനറിയോ? ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ. മോള് കന്യക തന്നെയാണെന്ന് തിരിച്ചറിയാൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ള ആളാ പ്രതാപേട്ടൻ. ഏട്ടനോട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. യൂസ്ലെസ് ഫെല്ലോ. അവൻ ഇത്തരക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പ്രതാപേട്ട, ഋതു മനസ്സുകൊണ്ടൊരു കൊച്ചുകുട്ടിയാ. അവള് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളാ. ഏട്ടന്റെ മകളാണ്. ഋതുവിന്റെ കാര്യത്തില് ഏട്ടൻ കുറച്ചുകൂടെ ഉത്തരവാദിത്തം കാണിക്കണം. ഇത് എന്റെ ഒരു അപേക്ഷയാ. യാമിനി പറഞ്ഞ ശരിയാ. ചില കാര്യങ്ങളിൽ എനിക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. ഒരു മകളുണ്ടെന്നുള്ള ചിന്ത എനിക്കും വളരെ വൈകിയ ഉണ്ടായത്. അപ്പോഴേക്കും അവൾ വളർന്ന കല്യാണപ്രായം എത്തി. എന്തായാലും ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരട്ടെ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. പ്രതാപേട്ട, ഋതികയുടെ കാര്യത്തില് ഏട്ടൻ എടുക്കുന്ന തീരുമാനങ്ങള് ഇനി വളരെ ആലോചിച്ചു വേണം. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. എടാ, നീ വാടാ. അല്ല, എന്താ ഇവിടെ ഒരു പ്രശ്നം?
പ്രശ്നമൊന്നുമില്ല ചേച്ചി. റോഹന്റെ കൂടെ ഋതികയെ വിട്ടത് ശരിയായില്ലെന്നാ യാമിനി പറയുന്നത്. ഇത്രേ ഉള്ളൂ. ഈ അഭിപ്രായം എനിക്കും ഉണ്ടായിരുന്നതല്ലേ. ഞാനേ അവരുടെ കൂടെ ദീപകിനെ വിടാൻ നിന്നോട് പറഞ്ഞതല്ലേ. അപ്പൊ നീ അത് കേട്ടില്ല. ഒരു കാര്യം മാത്രമല്ലല്ലോ ചേച്ചി എന്റെ മനസ്സിൽ, 1000 കാര്യങ്ങളല്ലേ. ചേച്ചി, ഞാൻ എടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റായിരിക്കാം. പക്ഷെ അത് തിരുത്തേണ്ടത് നിങ്ങളുടെ ചുമതലയാ. എന്തായാലും ചില കാര്യങ്ങളെ കുറിച്ച് ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. പറട്ടെ. ആ മരവാഴയില്ലേ രോഹൻ, അവന്റെ ചീട്ട് കീറിയെന്നാ തോന്നുന്നേ. ചീട്ട് കീറിയില്ലെങ്കിലേ അവരെ ഞാൻ പൊട്ടിട്ട് പുതപ്പിക്കും. ആ രാജുവിനെ കോടിമുണ്ടിലും. പാടു, ഇറങ്ങ്. ഇതെന്താ ഇവിടെ? പാടു, ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് പോ. നിങ്ങളുടെ ഏതോ കുടുംബക്ഷേത്രത്തിലാണെന്ന് പറഞ്ഞിട്ട്. കുടുംബക്ഷേത്രത്തിലേക്കൊക്കെ പോവാം. താനിപ്പോ ഒന്ന് ഇറങ്ങ്. എന്തിന്? ഇവിടെ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോവാം. ഞാനങ്ങ് വരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ഒന്നും പറ്റില്ല. എനിക്ക് ഹൃതിയോട് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? സത്യം പറഞ്ഞ ഇന്നലെ നടന്ന കാര്യത്തില് എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഹൃതിയോട് മാപ്പ് പറയണം. ഹൃതിക എന്നോട് ക്ഷമിക്കുകയും വേണം. റോഹന് ക്ഷമ ചോദിക്കണമെങ്കിൽ അത് ഈ കാറിലിരുന്ന് ചോദിച്ചാൽ മതി. അതൊന്നും പോരാ. എന്തായാലും താൻ കാറിൽ നിന്ന് ഇറങ്ങും. ഞാൻ ഇറങ്ങില്ല. എന്താ ഹൃതിക ഇത്? ചില കൊച്ചുകുട്ടികളെ പോലെ. വാ, ഇറങ്ങ്. കൈക്ക് പിടിക്കണ്ട. ശരി, ഞാൻ ഇറങ്ങാം. ഞാനൊരാണും നീ ഒരു പെണ്ണുമാണെന്ന് ഇന്ന് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം.